മുക്കം അരിക്കോട് റോഡിലെ മുക്കം പാലത്തിന് താഴെ ഇരുവഴിഞ്ഞ് പുഴയുടെ അക്കരയും ഇക്കരയും ചേർത്ത് 60 മീറ്റർ നീളത്തിലും 6 മീറ്റർ വീതിയിലുമുള്ള തുണി ഫ്ളാഗാണ് ചൊവ്വാഴ്ച വൈകിട്ട് അർജന്റീന ഫാൻസ് ഒരുക്കിയത്. നാടെങ്ങും പ്രിയപ്പെട്ട ലോക ഫുട്ബോൾ താരങ്ങളുടെ കട്ടൗട്ടുകളും ഫ്ളാഗുകളും സ്ഥാപിക്കുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി പരിസ്ഥിതി സൗഹൃദവുമായാണ് മുക്കത്തെ അർജന്റീന ഫാൻസ് തുണിയിൽ മെഗാ ഫ്ളാഗ് നിർമ്മിച്ചത്. അർജന്റീനയുടെ ഔദ്യോഗിക സൂര്യമുദ്ര 3 മണിക്കൂർ കൊണ്ടാണ് കലാകാരൻ വരച്ചത്. കാൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ സ്ഥാപിച്ച അർജന്റീന ഫ്ളാഗിന് 23 മീറ്റർ നീളമാണുള്ളത്. ഇക്കാരണത്താൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഫ്ളാഗാണെന്ന സവിശേഷതയുമുണ്ട്. മുക്കം നഗരത്തിലെ നിരവധി അർജന്റീന ഫാൻസും ചടങ്ങിൽ പങ്കെടുത്തു. സൗത്ത് അമേരിക്കയിലെ പെറുവിൽ നിന്നുള്ള ബ്ലോക്ക് താരങ്ങളായ കാർമൻ റോസ്, കരീന എന്നിവരും ഫ്ളാഗ് നാട്ടൽ ചടങ്ങ് വീക്ഷിക്കാനെത്തിയിരുന്നു. മുക്കം നഗരത്തിൽ ആദ്യമായാണ് അർജന്റീന ഫാൻസ് ഇരുവഴിഞ്ഞിപ്പുഴയിൽ ആവേശത്തിന്റെ ഓളങ്ങൾ സൃഷ്ടിച്ച് കൂറ്റൻ ഫ്ളാഗ് ഒരുക്കുന്നത്. അർജന്റീന തന്നെ ലോകകപ്പ് നേടുമെന്ന ആത്മവിശ്വാസം അർപ്പിക്കുകയാണ് ആരാധകർ. ഫുട്ബോളിന്റെ ഭയങ്കരമായ ആവേശം കാണുന്നുണ്ട്. അപ്പോൾ മുക്കത്ത് മാത്രം ഒരു ആവേശം കാണുന്നില്ല. മുക്കത്തിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വൻ ആവേശമായപ്പോൾ നമ്മളെന്ത് വിചാരിച്ചു, ആരും സഞ്ചരിക്കാത്തൊരു പാതയിലൂടെ സഞ്ചരിക്കാമെന്ന് നമ്മളന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ ഫ്ലാഗ് എന്നുള്ള ലെവലിലേക്ക് നമ്മൾ എത്തിയത്. ഇത് എത്ര മീറ്ററാണുള്ളത്? ഇത് 6 മീറ്റർ ഹൈറ്റും 60 മീറ്റർ നീളവും. ഇതിലെന്താ വെച്ചാൽ പേര് ഞാൻ ആരും പറയുന്നില്ല, അർജന്റീനൻ ആരാധകർ എല്ലാവരുടെയും സഹായ സഹകരണം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. മലയാള മേഖല ഒരുപാട് ആളുകൾ, ഇതിപ്പോൾ ഇവരാരും പല ആളുകളും ഞാൻ നേരിട്ട് ഇതുവരെ കാണാത്ത ആളുകളാണ് പലരും ഉള്ളത്. എല്ലാവരും ഫുട്ബോൾ എന്നുള്ളൊരു ആവേശത്തിന്റെ മുകളിൽ, അർജന്റീന എന്നുള്ളൊരു ആവേശത്തിന്റെ മുകളിൽ വന്നിട്ടുള്ള ആൾക്കാരാണ്. നേരിട്ട് മുമ്പ് കാണാത്ത ആളുകളാണ്, പക്ഷെ എല്ലാവരും വന്നിട്ട് ഭയങ്കര സഹായ സഹകരണങ്ങളാണ്. കാരണം നമുക്കിത് 1-2 ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഒരുപാട് ആളുകളുടെ സഹായ സഹകരണങ്ങൾ ഇനി ഇത് മുകളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, ഇവിടെ വന്നിട്ടുള്ള എല്ലാ അർജന്റീന ആരാധകർക്കും നന്ദി. ലോകകപ്പിൽ ഇക്കുറി അർജന്റീന മുത്തമിടുമോ? തീർച്ചയായിട്ടും അതിനുള്ളൊരു ലൈനപ്പ് കൊളോണിയുടെ കയ്യിൽ നമ്മളെ പയ്യന്മാർ സെറ്റാണ്. തുണിയിൽ തീർത്ത അർജന്റീനയുടെ ഏറ്റവും വലിയ പതാക ഇനി മുക്കത്തിന്റെ മണ്ണിൽ ചരിത്രമാകുകയായി. പ്രകൃതി ഭംഗിയുടെ വർണ്ണശോഭ തുളുമ്പുന്ന ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് കുറുകെയാണ് ആരാധകർ ഈ ഭീമൻ പതാക കെട്ടി ഉയർത്തിയത്. പ്രകൃതിക്ക് ഒട്ടും ദോഷം വരാത്ത രീതിയിൽ എങ്ങനെ ഒരു വേറിട്ട ആവേശം തീർക്കാം എന്ന ചിന്തയിലാണ് ഫുട്ബോൾ ആരാധകരായ മനു മുക്കവും റഫീഖ് തോട്ടുമുക്കവും ഈ ആശയത്തിലേക്ക് എത്തിയത്. മുക്കത്തെ പ്രമുഖ ജ്വല്ലറിയായ ദിയ ഗോൾഡ് ഇതിന്റെ മുഴുവൻ സാമ്പത്തിക ബാധ്യതകളും ഏറ്റെടുത്ത് സ്പോൺസർ ചെയ്യാൻ മുന്നോട്ടു വരികയായിരുന്നു. പ്രത്യേക തുണി തമിഴ്നാട്ടിലെ പ്രശസ്തമായ തിരുപ്പൂരിൽ നിന്നാണ് എത്തിച്ചത്. ഏതാണ്ട് 60 മീറ്റർ നീളവും 6 മീറ്റർ വീതിയുമുള്ള ഈ കൂറ്റൻ പതാക ഒടുവിൽ തുന്നിയെടുത്തത് 7 മണിക്കൂറുകൾ നീണ്ട കഠിന പ്രയത്നത്തിനൊടുവിലാണ് വലിയൊരു ആരാധക കൂട്ടം ചേർന്ന് പുഴയ്ക്ക് കുറുകെ ഈ പതാക സുരക്ഷിതമായി കെട്ടിയുയർത്തിയത്. പാലത്തിന് മുകളിലൂടെ പോകുന്ന യാത്രക്കാർക്കും നാട്ടുകാർക്കും ഒരേപോലെ വിസ്മയക്കാഴ്ചയായി മാറിയിരിക്കുകയാണ് ഈ അർജന്റീനൻ പതാക. നിലവിൽ ഈ അപൂർവ ദൃശ്യം കാണാനും ചിത്രങ്ങൾ പകർത്താനുമായി നിരവധി ആളുകളാണ് മുക്കം പാലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും ചാനലുകളും വാർത്താമാധ്യമങ്ങളും ഇതിനോടകം തന്നെ ഈ പരിസ്ഥിതി സൗഹൃദ ആവേശം റിപ്പോർട്ട് ചെയ്യാൻ മുക്കത്തേക്ക് എത്തിക്കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിലും മുക്കത്തെ അർജന്റീന പതാക ഇപ്പോൾ വൻ തരംഗമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഉണ്ണിച്ചേക്കു, ടുഡേ ന്യൂസ്, മുക്കം.